വാഴൂർ പുണ്യം ട്രസ്റ്റിന്റെ വാനപ്രസ്ഥ കേന്ദ്രം രണ്ടാം ഘട്ട മന്ദിര സമർപ്പണം നടന്നു. ഒറ്റപ്പെട്ടു പോകുന്ന വൃദ്ധജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ വാനപ്രസ്ഥ കേന്ദ്രത്തിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. കോട്ടയം വാഴൂർ തീർത്ഥപാദപുരത്ത് മാനവസേവയാണ് മാധവസേവ എന്ന ആശയത്തിൽ ഉറച്ചു പ്രവർത്തിക്കുന്ന ട്രസ്റ്റാണ് പുണ്യം ട്രസ്റ്റ്. സേവാഭാരതിയോടനുബന്ധമായാണ് ട്രസ്റ്റിന്റെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ. ഒറ്റപ്പെട്ടു പോകുന്ന വൃദ്ധജനങ്ങളുടെ ആശ്രയത്തിനായി 2020 വാനപ്രസ്ഥ കേന്ദ്രം ആരംഭിക്കുന്നത്. കേന്ദ്രത്തിന്റെ രണ്ടാം ഘട്ട മന്ദിര സമർപ്പണം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. The Punyam Trust has taken this task. For last few years, about 20 years, they have been working the trust with all the support that you have been giving to them. Any institution or a society just cannot remain alive with their efforts only. It needs the backing of the society, right-thinking people. That is what we have been hearing here. What Dharma stands for. Dharma stands for righteousness, and that Dharma Bhavana is amongst you. The righteousness is amongst you, the society. That is the reason why the trust can do something for the society. 10,500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇരുനില കെട്ടിടത്തിൽ ഇപ്പോൾ 22 അംഗങ്ങളാണ് താമസിക്കുന്നത്. പുതിയ മന്ദിരത്തിൽ 20 മുറികളിലായി 50-ൽ പരം വയോജനങ്ങൾക്ക് കൂടി ആശ്രയം നൽകാൻ കഴിയും. ബ്രഹ്മശ്രീ ഗരുഡ ധ്വജാനന്ദ തീർത്ഥപാദസ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ജി രാമൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജൻ ആശംസയറിയിച്ചു. യോഗ കൗൺസിലിംഗ് കേന്ദ്രം SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു. RSS ദക്ഷിണ കേരള പ്രാന്ത സംഘചാലക് പ്രൊഫസർ MS രമേശൻ ഭവനദാന പദ്ധതി ഭൂദാനം നിർവഹിച്ചു. ആദ്യ ഭവനത്തിന്റെ ശിലാന്യാസം വിഭാഗ് സംഘചാലക് PP ഗോപിയും NSS ഡയറക്ടർ ബോർഡ് മെമ്പർ MS മോഹനും ചേർന്ന് നിർവഹിച്ചു. ജനം, കോട്ടയം.